Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Continue. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫ്രണ്ട് ഓഫീസ് ആണ്. വായിച്ചു നോക്കിയായിരുന്നോ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. നമ്മള് കുറച്ച് കവർ ചെയ്തു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ? ഫങ്ഷൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഫങ്ഷൻസ് എല്ലാം പറഞ്ഞോ? ഫസ്റ്റ് ഫങ്ഷനാണ് പറഞ്ഞു നിർത്തിയത്. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫ്രണ്ട് ഓഫീസില് നമ്മുടെ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കുന്ന അവർക്ക് ഉണ്ടായിരിക്കുന്ന ഫംഗ്ഷൻ, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഗസ്റ്റ് പറഞ്ഞു. ദെൻ സെക്കൻഡ് ഫംഗ്ഷനും നമ്മൾ പറഞ്ഞു തുടങ്ങി അല്ലെ? ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്, താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്, അതർ പാക്കേജസ് എന്നൊക്കെ പറഞ്ഞ ഗസ്റ്റ് അതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്യാഷ് കളക്ഷൻ അല്ലെ? ക്യാഷ് കളക്ഷൻ തുടങ്ങിയാണ് നോക്കാം. ക്യാഷ് കളക്ഷനിൽ എന്താണ് പറയുന്നത്? ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ് കഴിയുമ്പോൾ ക്യാഷ് കളക്ഷൻ, അതായത് നമുക്കറിയാം ഒരു രജിസ്ട്രേഷൻ അല്ലെ? രജിസ്റ്റേർഡ് എമൗണ്ട് ടു ബി കളക്റ്റഡ് ഫ്രം ദ ഗസ്റ്റ് and should be deposited to the cash at the end of the day before closing the counter hand over to another person. അതായത് നമ്മൾ ഒരു റിസപ്ഷനിസ്റ്റ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും നമുക്കറിയാം എൻക്വയറി വിഭാഗത്തിലെ റിസപ്ഷനിസ്റ്റ് ആയിരിക്കും നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ നടക്കുന്നത്. അതേമാതിരി തന്നെ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി അല്ലെ? നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസും അവര് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഗസ്റ്റിനോ അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ പകർന്നു നൽകും. ഇതിന് വീണ്ടും നമുക്കറിയാം അല്ലെ? ടിക്കറ്റ് നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർ പേയ്മെന്റ് ഈടാക്കും അല്ലെ? പേയ്മെന്റ് ഈടാക്കൂലേ? നമ്മൾ ചീറ്റിന് ടിക്കറ്റ് എടുക്കുക അല്ലെ? ചീറ്റ് എടുക്കുമ്പോൾ OP ടിക്കറ്റ് എടുക്കുമ്പോൾ അവര് പേയ്മെന്റ് ഈടാക്കും. അത് തന്നെയാ പറയുന്നത് ക്യാഷ് കളക്ഷൻ. The registered amount to be collected from the guest and should be deposited. അതായത് രജിസ്റ്റേർഡ് എമൗണ്ട് ആയിട്ടുള്ളത് എത്രയാണോ അത് അവര് സ്വരൂപിക്കും. ആൻഡ് ഷുഡ് ബി ഡെപ്പോസിറ്റ് ടു ദ ക്യാഷ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെ? അതെല്ലാം അല്ലെ? എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്യുന്ന എമൗണ്ടുകളെല്ലാം തന്നെ ഒന്നിച്ച് നമുക്കറിയാം ദിവസത്തിന്റെ എൻഡ് ആവുമ്പോൾ അല്ലെ? അവസാനിക്കുന്ന ടൈം ആവുമ്പോൾ അല്ലെങ്കിൽ ബിഫോർ ക്ലോസിംഗ് ദ കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ, നെക്സ്റ്റ് ഷിഫ്റ്റ് ഉള്ള പേഴ്സൺ വരുന്നതിന് മുമ്പ് അല്ലെ? ആ പേഴ്സൺ വരുമ്പോൾ ആ പേഴ്സൺ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും അവര് ഹാൻഡിൽ ചെയ്യുന്നത്. അതുവരേക്കുള്ള എമൗണ്ടുകൾ എന്താണ് ഓരോ പേഷ്യന്റിന്റെ, അതായത് ഗസ്റ്റിൽ നിന്നെല്ലാം കളക്ട് ചെയ്യുന്ന എമൗണ്ടുകളെല്ലാം ഒന്നിച്ച് തന്നെ എന്താണ് ക്ലോസ് ചെയ്യും. ദെൻ എന്താണ് നെക്സ്റ്റ് ഷിഫ്റ്റ് പേഴ്സൺ എന്താണ് അവരുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലുള്ള എമൗണ്ടുകൾ കളക്ട് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ടൈമില് അവര് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇൻഫോർമേഷൻ എൻക്വയറി അല്ലെ? ഇൻഫോർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗിൽ എന്താ പറയുന്നത്? Prudence is a weak person's attempt at strength. എന്താണ് അടുത്ത് പറയുന്നത്? പരിശുദ്ധ ഒരു ദുർബല വ്യക്തിയുടെ ശ്രമഫലമാണ് അല്ലെ? അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മള് തീർച്ചയായിട്ടും അവിടെ അല്ലെ വരുന്ന പേഷ്യൻസ് നമ്മൾ ആദ്യം കാർഡുകളിലൊക്കെ കണ്ടിരുന്നു.
വരുന്നവരെല്ലാവരും തന്നെ നല്ല ഹെൽത്തി പേഴ്സൺസ് ആയിട്ടായിരിക്കില്ല വരുന്നത് അല്ലെ. അവർ ഏതെങ്കിലും രോഗാവസ്ഥയില് ഭയങ്കര ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പെയിനോട് കൂടിയിട്ടോ അല്ലെങ്കിൽ വളരെ ഉത്കണ്ഠാകുലരായിട്ടോ ആകാംക്ഷഭരിതരൊക്കെ ആയിട്ടോ ജിജ്ഞാസഭരിതരൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ വരുന്ന കാര്യങ്ങളിൽ അല്ലെ, അങ്ങനെ വരുന്ന സമയങ്ങളിൽ ചോദിച്ച കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക എന്നുള്ളത് അവിടെയുള്ള റിസപ്ഷനിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. അവരുടെ ശ്രമഫലമാണ് അല്ലെ. പരിശുദ്ധ എന്ന് പറയുന്ന ഒരു ദുർബല വ്യക്തിയുടെ ശ്രമഫലമാണ്. ഇൻ കേസ് അവരിൽ നിന്ന് ചിലപ്പോ വേണമെങ്കിൽ ഉദ്ദേശിക്കുന്ന ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് തന്നെ റിസപ്ഷനിസ്റ്റിന് കിട്ടിയെന്ന് വരില്ല. അപ്പൊ പതിയെ ചോദിച്ച്, അല്ലെങ്കിൽ ചിലപ്പോ പേഴ്സൺസ് എന്താണ് ഇംപേഷ്യന്റ് ആയിരിക്കും അല്ലെ, അവര് ഭയങ്കര ക്ഷമയില്ലാത്ത രീതിയിലായിരിക്കും സംസാരിച്ചു പോകുന്നത്. അപ്പൊ അവരോട് ശാന്തമായ രീതിയിൽ തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിച്ചറിയേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യം പറയുന്നത് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ബി കോൺസെൻട്രേറ്റ് ഫ്രണ്ട്ലി ആൻഡ് കേർട്ടിയസ്. എന്താണ്? മര്യാദാപൂർവം നല്ല ഫ്രണ്ട്ലി രീതിയിലായിരിക്കണം അവരെ അല്ലെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഉദ്ദേശിച്ച ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായ രീതിയിൽ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സെക്കൻഡ് പോയിന്റ് നോക്കാം. പ്രാക്ടീസ് കേർട്ടസി. സേ പ്ലീസ്. ഇൻ കേസ് നമുക്കറിയാം ചിലപ്പോഴൊക്കെ അവരെ രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിലാവുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവര് പറയുന്നതൊന്നും വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ പറ്റിയില്ല എന്ന് വരും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എന്താണ് നമ്മൾ മര്യാദ വേടായ പ്ലീസ് എന്നുള്ള വേടൊക്കെ അല്ലെ നമ്മൾ ഒന്നുകൂടി ക്ഷമിക്കുക, പ്ലീസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ, അങ്ങനെയൊക്കെയുള്ള ഒരു ശാന്തമായ രീതിയിൽ തന്നെ അവരോട് ചോദിച്ചറിഞ്ഞ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. ദെൻ എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി. അതായത് നമുക്കറിയാം വളരെ ക്ഷമയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അല്ലെ. അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓരോ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ മറ്റേതെങ്കിലും മേഖലയെ കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവര് ചോദിക്കുമ്പോഴൊക്കെ കൃത്യമായിട്ട് വളരെ ശാന്തതയോടുകൂടി തന്നെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. അതായത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും കൂടി ഉൾക്കൊള്ളണം അല്ലെ. നമ്മളിപ്പോ എന്താണ് റിസപ്ഷനിസ്റ്റ് ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മൾ ആ രീതിയിലായിരിക്കരുത്. വരുന്ന പേഷ്യൻസ്, വരുന്ന കസ്റ്റമർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം മറുപടികൾ കൊടുക്കേണ്ടത്. ഓക്കെ. അവർ ചിലപ്പോ ആണെങ്കിൽ ഇന്ന അസുഖങ്ങളായിരിക്കും, അത് ഏത് ഡോക്ടറിനെയാണ് കാണേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിച്ചറിയുക അല്ലെ, റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചറിയുക. അപ്പൊ അതെന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അത് ഉൾക്കാഴ്ചയോടുകൂടി തന്നെ വീക്ഷിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് നോക്കാം. അലവ് ക്രിറ്റിസിസംസ്. അതായത് നമുക്കറിയാം വിമർശനങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ക്രിറ്റിസിസംസ് ഉള്ളപ്പോൾ അത് തീർച്ചയായിട്ടും ചിലപ്പോ ആണെങ്കിൽ എന്തെങ്കിലും വിമർശനം കേസ് ചിലപ്പോ ആണെങ്കിൽ ക്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്നില്ല എന്നെന്തെങ്കിലും വിമർശനങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ തന്നെ തീർച്ചയായിട്ടും അതും പറയാനുള്ള ഒരു അവസരം അവർക്ക് അനുവദിക്കുക. അതായത് അവരെ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ഓരോ റിസപ്ഷനിസ്റ്റും തയ്യാറാവേണ്ടതാണ്. ക്ലിയർ ആയോ? ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിങ്. ആണോ? ഈ പോയിന്റ് ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. റിപ്പോർട്ട് മേക്കിംഗ്. എന്താണ് റിപ്പോർട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്? ചിലപ്പോ ചില സാഹചര്യങ്ങൾ ഒരുപക്ഷെ ചിലപ്പോ അവിടുത്തെ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് തന്നെ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ അല്ലെ, ചില റിപ്പോർട്ടുകളോ എന്തെങ്കിലും പ്രൊഫൈലോ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാൻ ആവശ്യപ്പെടാം. അതല്ലെങ്കിൽ ചിലപ്പോ കേസ് നമുക്കറിയാം കോവിഡ് പോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോ ഈ ദിവസത്തിലെ എത്ര പേഷ്യന്റ് കോവിഡുമായിട്ട് റിപ്പോർട്ട് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള സർവേകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എപ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന്റെ പക്കൽ നിന്നാണ് കിട്ടുക അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ട്സുകൾ കൈകാര്യം ചെയ്യുക. അതും ആരുടെ ഫംഗ്ഷൻ തന്നെയാണ്? റിസപ്ഷനിസ്റ്റിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. സെൻസസ് റിപ്പോർട്ട് കേസിൽ നമുക്കറിയാം ചിലപ്പോൾ ഡെത്തിന്റെ റിപ്പോർട്ടുകൾ നേടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബർത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഗ്രീസ് ആയിരിക്കാം. അങ്ങനെ എന്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സെൻസസ് കാര്യങ്ങൾ സർവേകളൊക്കെ നടത്തേണ്ടതായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ റിസപ്ഷനിസ്റ്റ് അത് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അതർ റിപ്പോർട്ട്സ് ഇൻ കേസ് ചിലപ്പോഴെങ്കിൽ എന്താണ് ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടിയെ കുറിച്ചിട്ട് എന്തെങ്കിലും റിപ്പോർട്ടായിരിക്കും മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്താണോ അവർ ആവശ്യപ്പെടുന്നത്
അതനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി കൊടുക്കാനായിട്ടും റിസപ്ഷനിസ്റ്റ് തയ്യാറാവേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ ഫങ്ഷൻസ്? ലിസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, സിമ്പിൾ പോയിന്റ്സ് ആണല്ലേ. നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, then നെക്സ്റ്റ് നോക്കാം. ഡു യു നോ വൈ കസ്റ്റമർ ലീവ്? അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസ് അല്ലെ എപ്പോഴും ഒരുപക്ഷെ വരുന്ന പേഷ്യൻസ് എല്ലായ്പ്പോഴും ഈ ഹോസ്പിറ്റലിൽ തന്നെ തിരഞ്ഞെടുക്കണമെന്നില്ല. അവർ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഡു യു നോ വൈ കസ്റ്റമർ ലീവ്, അങ്ങനെ വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ 1% ഡൈ അല്ലെ, ഇൻ കേസ് ഹോസ്പിറ്റലിൽ പേഷ്യന്റ് പോകുന്നത് 1% മരിച്ചു പോകാം അല്ലെ. അവിടുത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ രോഗി പൊരുത്തപ്പെട്ട് വരുന്നില്ല എങ്കിൽ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ 3% മൂവ് അവേ അല്ലെ, ഇൻ കേസ് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക്, അതായത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. then 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്, ചിലപ്പോ എന്താണ് മറ്റു ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാം. അതായത് ചിലപ്പോഴെങ്കിലും നമുക്കറിയാം അല്ലെ, ഒരു മാരേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു പ്ലേസിലേക്കാണ് പോകുന്നതെങ്കിൽ ചിലപ്പോ ആ ഒരു ഹോസ്പിറ്റലിന്റെ സേവനമൊക്കെ നിർത്തിവെച്ചിട്ട് അല്ലെ അവരുടെ ആ ഒരു പിന്നീടുള്ള കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കുള്ള ഹോസ്പിറ്റൽ സേവനത്തിന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? പൊതുവെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ തിരഞ്ഞെടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡെവലപ്പ് അത് റിലേഷൻഷിപ്പ്. 9% ലീവ് ഫോർ കോമ്പറ്റീറ്റീവ് റീസൺസ്, അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ അല്ലെ, മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാലഘട്ടം ആവുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാണ് ഇതിനേക്കാളും നല്ല സേവനങ്ങൾ നൽകുന്ന ഹോസ്പിറ്റലുകളാണ് മറ്റുള്ളവ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസ് എന്താണ് ആ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഉണ്ടാവില്ലേ? നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ്സിനനുസരിച്ചിട്ട് ഇത്തിരി കൂടി നല്ല സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഹോസ്പിറ്റൽ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കും അല്ലെ. നല്ല ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവോ? ആണ് കോമ്പറ്റീറ്റീവ് റീസൺസ് അല്ലെ, എന്നുവെച്ചാൽ മത്സരാധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, 14% ആർ ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. അതായത് ഇവിടുത്തെ ഒരു സേവനം അല്ലെ, ഈ ഒരു നമ്മൾ കൊടുക്കുന്ന വന്നിരിക്കുന്ന ഹോസ്പിറ്റലിലെ സേവനം അത് നല്ല മതിയായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള രീതിയിലല്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിന്റെ സേവനമായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ എക്യുപ്മെന്റ്സിന്റെ സേവനമായിരിക്കാം, അതൊന്നും തൃപ്തികരമല്ല എങ്കിൽ എന്താണ് തീർച്ചയായിട്ടും പിന്നീട് ആ ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് ആരും ശ്രമിക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഒരു 14% അങ്ങനെയും വിട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. 68% കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു പെർസെന്റേജ് ലെവൽ എടുത്തു നോക്കിയാൽ ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓഫ് ഡിസ്കോർട്ടിയസ് സർവീസസ്, അതായത് ലീവ് ബിക്കോസ് ഓഫ് റൂഡ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ കുറച്ചും കൂടി പരുഷമായിട്ടുള്ള പെരുമാറ്റ രീതി കൊണ്ടായിരിക്കാം. ഓർ ഡിസ്കോർട്ടിയസ് സർവീസസ്, അതായത് മര്യാദയില്ലാത്ത ഒരു പെരുമാറ്റ രീതിയാണ് അവിടെയുള്ള സ്റ്റാഫിന്റെ, അല്ലെങ്കിൽ ഇൻ കേസ് റിസപ്ഷനിസ്റ്റ് തുടങ്ങി എന്താണ് വിചാരിച്ചത്ര നല്ല രീതിയിൽ തൃപ്തികരമായിട്ടുള്ള സേവനമല്ല ഓരോ പേഷ്യന്റിനും കിട്ടുന്നത് എന്നുള്ള അനുഭവഭേദ്യമെങ്കിൽ അവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാനായിട്ട് തയ്യാറാകും. ഇൻ കേസ് നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ പറയുന്ന രീതിയിലുള്ള ഡോക്ടറിന്റെ സേവനമല്ല, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സേവനമല്ല റിസപ്ഷനിസ്റ്റ് അല്ലെ റെക്കോർഡിൽ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടേക്ക് പോകാനായിട്ട് വീണ്ടും തയ്യാറാവില്ല അല്ലെ. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആരുടെ അടുത്താണ് പോകുന്നത്? റിസപ്ഷനിസ്റ്റിന്റെ അടുത്താണ് പോകുന്നത്. അപ്പൊ നല്ല തൃപ്തികരമായിട്ടുള്ള സേവനം അതുകൊണ്ട് തന്നെ റിസപ്ഷനിസ്റ്റ് ഓരോ പേഴ്സൺസിനും കൊടുക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അതാണ് അവിടെ ആ ഒരു പെർസെന്റേജ് ലെവല് വ്യക്തമാക്കുന്നത്. അതായത് ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന് നല്ലൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി അവിടെയുണ്ട്. കാരണം എന്താണ്, എൻക്വയറിയിൽ വരുമ്പോൾ കൃത്യമായിട്ടുള്ള സേവനങ്ങളെല്ലാം അവർക്ക് വ്യക്തമായ രീതിയിലൊക്കെ
മനസ്സിലാക്കി കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സേവനങ്ങളിൽ ഇതൊക്കെ ലഭ്യമാണെന്നുള്ളതൊക്കെ അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെയെങ്കിൽ മാത്രമാണ് അവിടെ പേഷ്യൻസ് അവിടെ വീണ്ടും വരാനായിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു പെരുമാറ്റ രീതിയാണ് എന്നുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ അവിടെ വീണ്ടും വീണ്ടും പോകാനായിട്ട് അവര് തയ്യാറാവുള്ളൂ. ഓക്കെ, മാതിരി തന്നെ അടുത്തൊരു കോട്ടിങ് നോക്കാം. The customer wants you to, അതായത് ഏതോ ഒരു കസ്റ്റമർ അല്ലെ, ഏതൊരു ഗസ്റ്റ് ആണെങ്കിലും പേഷ്യന്റ് ആണെങ്കിലും അവരെന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കും? ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടണം അല്ലെ, നല്ല ഹെൽപ്പ് വേണം, നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടണം അല്ലെ. ഇപ്പൊ ഇൻ കേസ് റിസപ്ഷനിസ്റ്റിന്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നതാണ് അല്ലെ, ഫ്രണ്ട്ലി നമുക്ക് കിട്ടണം, നല്ല ഹെൽപ്പ് കിട്ടണം. ഓക്കെ, അതൊക്കെ തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെ. നമ്മൾ ലിസൺ ചെയ്യണം, ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും നമ്മൾ കേൾക്കാനായിട്ടുള്ള ഒരു മനോഭാവം അവർക്ക് ഉണ്ടാവണം, ഉദ്ദേശിക്കുന്ന ആശയം ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം അവർക്ക് ഉണ്ടാവണം അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിരിക്കും ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് നോക്കാം, ഗ്രീറ്റ് അല്ലെ, ഒരു നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്യണം. നമ്മള് എന്താണ് വെൽക്കം ചെയ്തത് അല്ലെ, മര്യാദ രീതിയിലുള്ള ഒരു വെൽക്കം ഏതൊരു പേഷ്യന്റിനും ലഭ്യമാക്കേണ്ടതാണ്. ദെൻ വാല്യൂ, എന്താണ് വില കൽപ്പിക്കണം അല്ലെ. നമ്മള് എന്താ പറയുന്നത്, ചിലപ്പോഴൊക്കെ ഏത് വ്യക്തിയാണെങ്കിലും ഒരു നമ്മളെ അല്ലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തൃപ്തികരമാവണമെങ്കിൽ ആദ്യം തന്നെ എന്താണ് ഒരു വില ഓരോരുത്തർക്കും ലഭ്യമാകണം അല്ലെ. അവരെ മാനിക്കുന്നുണ്ട്, നമ്മളെ മാനിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് തൃപ്തികരമായിട്ടുള്ള സേവനം അവിടുന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഒരു വാല്യൂ വില കൽപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഹെൽപ്പ്. ഇൻ കേസ് ഞാൻ പറഞ്ഞു എല്ലാ കസ്റ്റമേഴ്സിനും കൃത്യമായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്തിലായിരിക്കില്ല ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അല്ലെ. അവരവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇന്ന പ്രോബ്ലംസ് ആണ്, എന്താണ് ചെയ്യേണ്ടത്, ഏത് ഡോക്ടറിന്റെ സേവനമാണ് വേണ്ടത്, അതൊക്കെ ചിലപ്പോ റിസപ്ഷനിസ്റ്റിന്റെ അടുത്താണ് അവർ ചോദിക്കുക. ഓക്കെ, ഗ്രേറ്റ്, വെൽക്കം ചെയ്യാം, അതായത് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് അല്ലെ, നമ്മളൊന്ന് വെൽക്കം ചെയ്ത് കയറ്റാനായിട്ടുള്ള ഒരു സന്നദ്ധ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അതായത് നമ്മൾ പരിഗണിക്കുക അല്ലെ, നമുക്കൊരു വില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ആ ഒരു റെസ്പെക്ട് കിട്ടുമ്പോൾ എന്താണ് ആക്ച്വലി നമ്മളെ മാനിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം ഉളവാകും അല്ലെ. അപ്പൊ വാല്യൂ എന്ന് പറയുന്നതും അത് തന്നെയാണ്, അതായത് നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് അവർ സന്നദ്ധ കാണിക്കുക അല്ലെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യും അല്ലെ. ഹെൽപ്പ് ചെയ്യാനായിട്ട് സന്നദ്ധരാണ് എന്ന് വരുമ്പോഴാണ് തീർച്ചയായിട്ടും പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക അല്ലെ. നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റർ ഇൻ കേസ് ചിലർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും ഹോസ്പിറ്റലില്. വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ് സമീപിക്കേണ്ടത്, ആരുടെ സേവനമാണ് നേടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്നിനുള്ള സർവീസുകൾ ഇവിടെയുണ്ടോ. നമുക്കറിയാം കൂടുതൽ പലതരത്തിലുള്ള സർവീസുകൾ, പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനങ്ങളെല്ലാം അവിടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് അല്ലെ. അതിനെക്കുറിച്ചുള്ള അവയർനെസ് ആർക്ക് ഉണ്ടാവില്ല? പേഷ്യന്റിന് ഉണ്ടാവണമെന്നില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സഹായം ഏതൊരു റിസപ്ഷന്റെ കയ്യിൽ നിന്നും സ്വീകരിക്കണമെന്ന് ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഏതൊരു പേഷ്യന്റിനും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ലിസൺ. ഓക്കെ, അപ്പൊ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം വരണം. ജസ്റ്റ് നമുക്കറിയാം ഒരു ചില റിസപ്ഷനിസ്റ്റ് ചിലപ്പോൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴായിരിക്കും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. ഫ്രണ്ടിലുള്ള പേഴ്സൺ കുറെ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ചിലപ്പോ എന്താണ് ഫോണിലൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്കറിയാം നമ്മള് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നല് വരും. ഉണ്ടാവോ അങ്ങനെ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവില്ല അല്ലെ, തൃപ്തികരമാവില്ല. പേഷ്യന്റ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് അവര് തയ്യാറാവുന്നുണ്ട് അല്ലെ, അതിനുള്ള സമയം കണ്ടെത്തുന്നുണ്ട്, നമ്മളെ വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള ആഗ്രഹമായിരിക്കും ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത്. പിന്നെന്താണ് വീണ്ടും പറയുന്നത്? ഇൻവൈറ്റ് ബാക്ക്, അതായത് വീണ്ടും നമുക്ക് വരാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാക്കി കൊടുക്കുക. അത് അല്ലെ, നമ്മൾ ഇൻ കേസ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോ പേഷ്യന്റ് കാണുന്ന വ്യക്തിയാണെങ്കിൽ, ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ സുഖമാണോ അല്ലെ, നല്ല റിസപ്ഷനിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് രോഗം ഭേദമാകുന്നുണ്ടോ, ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് ഓക്കെ ആണോ, എന്തെങ്കിലുമൊക്കെ സുഖവിവരം ചോദിക്കില്ലേ? ചോദിക്കോ? പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പേര് വെട്ടിയൊക്കെ പോകുമ്പോൾ അവരെ ക്ഷേമാന്വേഷണം നടത്തി വിടും അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, ഓരോ പേഷ്യന്റും അതും ആഗ്രഹിക്കുന്നതാണ് അല്ലെ.
അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും ഓരോ പേഷ്യന്റും ആഗ്രഹിക്കുന്നതാണ്. ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്ന ഘടകങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ആഗ്രഹങ്ങളെല്ലാം തൃപ്തികരമായിട്ട് റിസപ്ഷനിസ്റ്റ് നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും അതേ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് വരുമോ? ശരിയാണോ? ഓക്കെ, നമുക്കറിയാം നമ്മളൊരു സ്ഥലത്ത് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെ മാനിക്കുന്നുണ്ട്, നമ്മളെ വില കൽപ്പിക്കുന്നുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, വീണ്ടും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഒരു അറ്റാച്ച്മെന്റ്, റിസപ്ഷനിസ്റ്റ് തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് വരികയാണ്. അവിടെ വീണ്ടും പോകാനായിട്ടുള്ള സന്നദ്ധത അവര് പ്രകടിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് ചെറിയ ചെറിയ ഹെഡിങ്ങുകളാണ്. കുഴപ്പമില്ലല്ലോ? കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഭാഗം ഏരിയാസ് കമ്മിങ് അണ്ടർ ശരിയാണ്, എന്നോട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഫീഡ്ബാക്കുകളൊക്കെ ചോദിക്കാറുണ്ടെന്നായിരിക്കും അല്ലെ? ആണോ? എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്? നെക്സ്റ്റ് ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസർ ഓർ എന്താണ് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഏരിയ. ഓക്കെ, അപ്പൊ നമ്മള് ക്ഷേമം അന്വേഷിക്കുന്നിടത്ത് പോകാനായിട്ട് നമ്മൾ ഇച്ചിരി കൂടി തയ്യാറാവും. ഓക്കെ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസേഴ്സ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ. OPD എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഏരിയ അല്ലെ? അപ്പൊ അവിടെ എന്തൊക്കെ പോസ്റ്റുകൾ അല്ലെ, ഈ റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റുകൾ വരാൻ സാധ്യതയുള്ള പ്ലേസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ മെയിൻ സെന്ററിൽ തന്നെ എൻക്വയറി വിഭാഗത്തിൽ തന്നെ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ഉണ്ട് അല്ലെ? അതുമാതിരി തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴും അവിടെയും ചെല്ലുമ്പോൾ അല്ലെ, ചെറിയൊരു ക്ലിനിക് ആണെങ്കിൽ വെച്ച് നടത്തുകയാണെങ്കിൽ കൂടി അവിടെയും റിസപ്ഷനിസ്റ്റ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ഇല്ലേ? വലിയ ഹോസ്പിറ്റലിന്റെ എൻക്വയറി വിഭാഗത്തിൽ മാത്രമല്ല, ഒരു ക്ലിനിക് ആണെങ്കിൽ കൂടി അവിടെ റിസപ്ഷനിസ്റ്റ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത് കാണാറില്ലേ? രാവിലെ ഓക്കെ. അപ്പൊ അത് തന്നെയാണ് ഇൻ കേസ് പല ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും അതിൻ്റെതായ റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റുകൾ ഉണ്ട്. നമുക്കറിയാം ഏതൊരു റിസപ്ഷനിസ്റ്റും വരുന്ന കസ്റ്റമേഴ്സിന്റെ പേരും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തി അവിടെ എന്താണോ ആ ഒരു ഫെസിലിറ്റീസ് ആ സ്ഥാപനത്തിനുള്ളത്, ആ ഫെസിലിറ്റീസ് ആ ഒരു സൗകര്യങ്ങളെല്ലാം പേഷ്യന്റിനെ അറിയിക്കുകയും അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവിടെ പ്രധാനമായിട്ടും ഏത് ഏരിയകളാണെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് മെയിൻ റിസപ്ഷനിസ്റ്റ്, അതായത് മെയിൻ റിസപ്ഷൻ ഏരിയ പ്രധാനമായിട്ട് വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ മെയിൻ റിസപ്ഷൻ ഏരിയയിൽ റിസപ്ഷനിസ്റ്റ് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. ദെൻ കൺസൾട്ടേഷൻ റൂം. കൺസൾട്ടേഷൻ റൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോക്ടറുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്ന റൂം അല്ലെ? അപ്പൊ അതിനു മുമ്പും നമുക്കറിയാം അദ്ദേഹം ഒരു റിസപ്ഷനിസ്റ്റ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. ഓരോ പേഷ്യന്റിനെയും ഡോക്ടറിന്റെ സാന്നിധ്യം അനുസരിച്ചിട്ട് തന്നെ കിടത്തിവിടും അല്ലെ? അവിടെ എന്താണ് ഓരോ പേഷ്യന്റ് എത്രത്തോളം പേഷ്യന്റ് ഈ ഡോക്ടറിനുണ്ട് അല്ലെ? ഒരു സെപ്പറേറ്റ് തന്നെ ആ ഡോക്ടർ എന്താണ് രോഗികളെ വിസിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സെന്ററുകളൊക്കെ നമുക്കറിയാം. അവിടെ രോഗികളുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും അവരുടെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ ക്രമമൊക്കെ വിവരിച്ചു തരാനൊക്കെ ആയിട്ട് റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ട്. അവർ തീർച്ചയായിട്ടും ഓരോ രോഗികളുടെ 1 by 1 ആയിട്ട് അവരുടെ ക്രമം അനുസരിച്ചിട്ട് തന്നെ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യും. ഉണ്ടാവില്ലേ? ഓക്കെ. then അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ രോഗനിർണയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഇൻ കേസ് ഡോക്ടർ എന്താണ് പ്രിസ്ക്രിപ്ഷൻ തരികയാണ് അല്ലെ, ഒരു ECG എടുത്തിട്ട് വരണം, ഒരു എക്കോ ടെസ്റ്റ് നടത്തിയിട്ട് വരണം, അല്ലെങ്കിൽ ഒരു MRI സ്കാൻ നടത്തണം, CT സ്കാൻ എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റിന് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഡോക്ടറിനെ കാണേണ്ടതായിട്ട് വരും ഇല്ലേ? ഉണ്ടാവില്ലേ? അപ്പൊ ഇത്തരം നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതാത് സെന്ററുകളിൽ അല്ലെ, കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് ചിലപ്പോ വലിയ ജനറൽ പോലെ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ
അതിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യും. അല്ലാതെ ഇത്തരത്തിലുള്ള സെന്ററുകൾ സ്പെഷ്യൽ ആയിട്ട് തന്നെ പുറത്ത് കേന്ദ്രീകരിച്ച് നടപ്പാക്കും അല്ലെ. ഇപ്പൊ എവിടെയാണെങ്കിലും അവിടെ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ടാവാം അല്ലെ. ചിലപ്പോഴൊക്കെ അതിനോടനുബന്ധിച്ച് ഡോക്ടറിന്റെ സേവനം കൂടി അതിവിടെ നിങ്ങൾക്ക് താഴെ പഠിക്കാനുണ്ട്. ക്ലിനിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടിയോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മെയിൻ അല്ലെ ക്ലറിക്കൽ ഡ്യൂട്ടീസ് കൂടി നിർവഹിക്കുന്ന റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ആയിരിക്കാം. അല്ലാതെ ചില സെന്ററുകൾ റിസപ്ഷൻ കൗണ്ടർ എന്നുള്ള രീതിയിൽ തന്നെ നടത്തി പോകാറുണ്ട്. നമുക്കറിയാം ഓരോ വ്യക്തിയുടെയും പേരുകൾ അനുസരിച്ചിട്ട് അവരുടെ ഷെഡ്യൂൾ ക്രമം അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട്. എന്താണ് ECG എന്നൊക്കെ പറയുന്നത്? ECG എന്ന് പറയുന്നത് ആരും ഓർക്കുന്നില്ല? എക്കോകാർഡിയോഗ്രാഫ് അല്ലെ. നമ്മള് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ് ECG. നമ്മള് ഹേർട്ടുമായി പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നതാണ്. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് പഠിക്കാൻ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല ചെറിയ അബ്രിവേഷൻസ് എന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെ ECG എടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ എക്കോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയോഗ്രാഫ് അൾട്രാസൗണ്ട് ടെസ്റ്റ് നടത്തിയിട്ട് വരാൻ പറയുമ്പോഴാണ് എക്കോ നമ്മൾ എടുക്കാൻ പോകുന്നത്, പേഷ്യന്റ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇലക്ട്രോ കാർഡിയോഗ്രാം എക്കോ എടുക്കാൻ പോകും. അതേമാതിരി തന്നെ MRI സ്കാൻ അല്ലെ. എന്താണ് അത് പറയുന്നത്? മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിങ് അല്ലെ. മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിങ് എടുത്തിട്ട് വരണം എന്നറിയും. അതായത് ചിലപ്പോൾ ഡോക്ടേഴ്സിന് ഈ രോഗം എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ മൊത്തത്തിൽ ഒരു MRI സ്കാൻ എടുത്തു കഴിയുമ്പോഴായിരിക്കും ഡോക്ടറിന് അത് എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് MRI എടുത്തിട്ട് വരണമെന്ന് നിർദ്ദേശിക്കും. അതേമാതിരി തന്നെ എന്താണ് CT സ്കാൻ എടുക്കാനൊക്കെ ആയിട്ട് അല്ലെ. ഒരു പ്രത്യേക ഭാഗം മാത്രം എന്താണ് ഒരു സ്കാൻ ചെയ്തിട്ട് വരാനായിട്ട് വരുമ്പോൾ അല്ലെ. ഇപ്പൊ ഇൻ കേസ് ഒരു ബ്രെയിന് എന്തെങ്കിലും പ്രോബ്ലം ആണ്, എന്താണ് രക്തം ഫ്ലോട്ട് ആകുന്ന ഒരു തോന്നലാണ്, ഒരു ഡൗട്ടാണ് ഡോക്ടറിന് തോന്നണമെങ്കിൽ ആ ഒരു പ്രത്യേക പ്ലേസിൽ അല്ലെ ആ ഒരു ഭാഗം മാത്രം CT എടുത്തിട്ട് വരാനൊക്കെ ആയിട്ട് നിർദ്ദേശിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോ മെയിൻ ഹോസ്പിറ്റലിൽ തന്നെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നുണ്ടാവും. തീർച്ചയായിട്ടും അവിടെ പോയി റിസപ്ഷനിസ്റ്റിന്റെ കയ്യിൽ എന്താണ് കൃത്യമായിട്ടുള്ള പേരും ഡീറ്റെയിൽസും കൊടുത്ത് അവിടെ എപ്പോഴാണ് നമ്മളെ സമീപനം എന്നുള്ളത് ചോദിച്ചതിന് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ചിലപ്പോൾ പുറത്തു പോയി ഇത്തരം സെന്ററുകളിലും നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി വരും. അങ്ങനെയുള്ള അവസരങ്ങളിലും റിസപ്ഷനിസ്റ്റ് അവരുടെ ഡ്യൂട്ടി അല്ലെ പേരും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ക്രമങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിർദ്ദേശിക്കും. ക്ലിയർ ആയോ? റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ഇങ്ങനെയുള്ള പല പ്ലേസുകളിലും ഉണ്ടെന്ന് മാത്രം അല്ലെ. അത്രയും വെരി ഗുഡ്. ഓരോരുത്തരും ഓരോ ശ്രീന ഒരു റിസപ്ഷനിസ്റ്റ് ആണെന്ന് പറയുന്നു. ഹോസ്പിറ്റലിൽ തന്നെ ഉള്ള റിസപ്ഷനിസ്റ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ എളുപ്പം ആ ഡ്യൂട്ടികളെ കുറിച്ചിട്ടൊക്കെ നല്ല പോലെ തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്തൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അബ്രിവേഷൻസ് ഇത് എല്ലാവർക്കും കിട്ടിയോ? എന്തെങ്കിലും നോട്ട് ചെയ്യണമെന്നുണ്ടോ? മിക്കവാറും അബ്രിവേഷൻസിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളുണ്ട്. പൊതുവെ ഇത് പക്ഷെ നമുക്ക് എന്താ പറയാ കുറച്ച് റിസപ്ഷനിസ്റ്റിന്റെ ഏരിയയെ കുറിച്ച് മാത്രം പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറില്ല. എങ്കിലും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ECGയെ കുറിച്ച് ആരെങ്കിലും വാട്സ്ആപ്പ് എന്താ പറയാ മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ നോട്ട് ചെയ്ത് പോകാം. ECG എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ECG എന്ന് പറയുമ്പോൾ ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ആരെങ്കിലും മെസ്സേജ് അയക്കായിരിക്കും എളുപ്പം, കാരണം മറ്റുള്ളവർക്ക് നോട്ട് ചെയ്യാൻ എളുപ്പമാണത്.
ഓക്കെ, എക്കോയും എഴുതിയിട്ടുണ്ട്. എക്കോകാർഡിയോഗ്രാഫി, എക്കോകാർഡിയോഗ്രാഫി, then MRI എന്ന് പറയുമ്പോൾ ECG, ഇലക്ട്രോകാർഡിയോഗ്രാം, എക്കോകാർഡിയോഗ്രാഫി, then ECHO, then next MRI സ്കാൻ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ്, magnetic resonance imaging. Okay. CT scan, computer tomography. CT scan, a computer tomography. Okay. Computer tomography scan. Okay. എല്ലാവരും നോട്ട് ചെയ്തോ? എപ്പോഴെങ്കിലും ഉപകാരം ചെയ്യും. കാരണം നമുക്ക് ഇതിൽ ചോദിച്ചില്ല എങ്കിലും ഏതെങ്കിലും ടെസ്റ്റുകളിൽ ചോദിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം മിക്കവാറും അബ്രിവേഷൻസ് പൊതുവെ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്ത് കാണാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. Okay, understand the challenges faced by a front desk staff. അതായത് നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ വേണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ചില വെല്ലുവിളികളും എന്താണ് ഇവര് അഭിമുഖീകരിക്കേണ്ടി വരും. റിസപ്ഷനിസ്റ്റ് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ചില പ്രോബ്ലംസും ചില ചലഞ്ചുകളൊക്കെ ഇവര് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ടും വരുന്ന ചലഞ്ച് എന്താണ്? നമുക്കറിയാം, പേഷ്യന്റിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ അല്ലെ ഭയങ്കര എന്താ പറയാ, സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവരെ കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നല്ല തിരക്കുള്ള ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവിടെ കൃത്യമായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, വ്യത്യസ്ത നേച്ചറുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവരൊക്കെ എല്ലാവരെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ് അല്ലെ. അവരുടെ വൈകാരികമായിട്ടുള്ള രീതികൾ, എല്ലാവർക്കും തന്നെ വികാരങ്ങൾ ഉണ്ടാവും അല്ലെ. എല്ലാ വികാരങ്ങളെയും ഒന്ന് കൺട്രോൾ ചെയ്ത് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നമുക്കറിയാം, പേഷ്യന്റ് ആയിട്ടുള്ള അവസ്ഥയിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വികാര പ്രകടനത്തിന് ഇത്തിരി കൂടിയും കാഠിന്യം കൂടും അല്ലെ. ചിലപ്പോൾ നല്ല പെയിനൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന അവസ്ഥയിലെല്ലാം വ്യത്യസ്ത ഇമോഷനുകളായിരിക്കും അവര് പ്രകടമാക്കുന്നത്. ദെൻ അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവ് റിസപ്ഷനിസ്റ്റിന് ആവശ്യമാണ്. അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. Then handling call volume and maintaining phone etiquette. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇൻ കേസ് അല്ലെ എപ്പോഴും ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ എല്ലാം മറുപടി പറയേണ്ടതും റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള മര്യാദകൾ, എറ്റിക്വേറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഫോണിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് വേണം ഇവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് മറുപടികൾ പറയാനായിട്ട്. അതിന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലൊക്കെ നമുക്കറിയാം ബുദ്ധിമുട്ടാണ് അല്ലെ. വരുന്ന റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വരുന്ന പേഷ്യന്റിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യലും അതേമാതിരി തന്നെ ഫോണില് കൈകാര്യം ചെയ്യലൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. അതായത് ചിലപ്പോ ഡോക്ടറിന്റെ അല്ലെ, ഞാൻ പറഞ്ഞു നല്ല തിരക്കേറിയ സമയമൊക്കെ ആണെങ്കിൽ എന്താണ് ഒരുപാട് പേഷ്യൻസ് ഒന്നിച്ച് വരികയൊക്കെ ആണെങ്കിൽ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കൃത്യമായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് അവർക്ക് അല്ലെ കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർമാരെ സേവനം ലഭ്യമാക്കി കൊടുക്കേണ്ടത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. അപ്പോഴൊക്കെ അതൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കംപ്ലൈന്റ് റെസൊല്യൂഷൻ, അതായത് പരാതികൾ അല്ലെ. നമുക്കറിയാം
എപ്പോഴും പ്രധാനമായിട്ട് പറയും നമുക്ക് എനിക്ക് മുമ്പ് വന്ന പേഷ്യന്റ് ആണ്, ഞാനാണ് ഇദ്ദേഹത്തിന് മുമ്പ് വരുന്നത്, എനിക്കാണ് ആദ്യം ഡോക്ടറെ കാണേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പിശകൾ ധാരാളം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അല്ലെ, ക്യൂവിലൊക്കെ നിൽക്കുന്ന സമയത്ത് അല്ലെ ഇടയ്ക്കേറിയൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. കഷ്ടപ്പിശകളല്ലേ, അവര് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോഴൊക്കെ എന്താണ് പറയുന്ന കാര്യങ്ങൾ അല്ലെ, ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല അവര് ആൻസർ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും രീതിയിലൊക്കെ ഇഷ്യൂസുകൾ അതിന്റെയൊക്കെ പരാതി കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളൊക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ റിസപ്ഷനിസ്റ്റിന് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് കംപ്ലൈന്റ് റെസൊല്യൂഷൻസ് കൊടുക്കുന്ന അല്ലെ. ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. ഇതൊക്കെ എന്താണ്? ഓക്കെ, ചൂടാവും ചില പേഷ്യൻസ് ഒക്കെ. ഓക്കെ, അതെ, നമുക്കറിയാം പേഷ്യന്റ് ആയിരിക്കുമ്പോഴൊക്കെ ഭയങ്കര പാടാണ്. ചില പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ അല്ലെ, ലൗഡ് വോയിസിൽ തന്നെ ഭയങ്കരമായിട്ടൊക്കെ ഹരാസ് ചെയ്യുക, ഭയങ്കര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ അവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഓരോ ടൈം ടു ടൈമിലൊക്കെ അവരെ കൃത്യമായിട്ട് തന്നെ ഡോക്ടറിനെ എത്തിച്ചു അല്ലെ, അവരെ ഫ്ലോ ഒരു തടസ്സമില്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞു വിടുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ചലഞ്ചസ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ചലഞ്ചസ്, വാട്ട് ആർ ദ ചലഞ്ചസ് ഇൻക്ലൂഡഡ് ഇൻ ഫ്രണ്ട് ഓഫീസ്. അപ്പൊ നമുക്ക് അറിയാം, കാണുമ്പോൾ തന്നെ അല്ലെ നമുക്ക് അറിയാൻ പറ്റും. അതേമാതിരി തന്നെ ഏതൊക്കെ ഏരിയയിലൊക്കെ എന്നുള്ള കണ്ടീഷനിലൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലെ ഏതൊക്കെ ഏരിയകളിലൊക്കെ റിസപ്ഷനിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കാം എന്നുള്ളതിന്റെ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻ ഗോളിലേക്കാണ് നെക്സ്റ്റ് ഭാഗം. എടുക്കാലോ മെയിൻ ഗോൾ. ഓക്കെ, ഇത് നമുക്കറിയാം പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെ, ഒരു റിസപ്ഷനിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഗോൾ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് എ സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ ഓൺ ദെയർ ഫേസ് ആൻഡ് ഫീലിംഗ് ഓഫ് ഹാവിംഗ് ബീൻ വെൽ ടേക്ക് കെയർ ഓഫ് ബൈ യു ആൻഡ് യുവർ എംപ്ലോയീസ് ഓർ കോളേജസ്. അതായത് നമ്മളിപ്പോ പേഷ്യന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ഷേമം അന്വേഷിച്ച് വിടും എന്ന് പറഞ്ഞു. അപ്പൊ അല്ലെ, അപ്പൊ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്ത് നമ്മളൊക്കെ അങ്ങനെ അല്ലെ റിസപ്ഷനിസ്റ്റ് ഒക്കെ ചോദിച്ച് വിടാറുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ നല്ല സ്മൈലോടും സാറ്റിസ്ഫാക്ഷനോടും കൂടിയിട്ട് പേഷ്യന്റിനെ പറഞ്ഞയക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഗോൾ എന്ന് പറയുന്നത്. അതായത് മെയിൻ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഓരോ റിസപ്ഷനിസ്റ്റും എന്താണ് നേട്ടം നേടിയെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഓരോ പേഷ്യന്റിനെയും തൃപ്തികരമായ രീതിയിൽ അവര് എന്താ പറയുന്നത്, യുവർ മെയിൻ ഗോൾ ഇസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് എ സ്മൈൽ അല്ലെ. അവരെ വളരെ തൃപ്തികരമായ രീതിയിൽ സ്മൈലോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഫേസിൽ നിന്ന് വായിച്ചറിയാൻ പറ്റണം. ഓക്കെ, സഹപ്രവർത്തകരോടൊക്കെ ബൈ 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 പറഞ്ഞു പോകുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ നല്ല സേവനമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു മനോഭാവം അവരുടെ ആ ഫേസിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ആ റിസപ്ഷനിസ്റ്റ് അവരുടെ കാര്യത്തിൽ അല്ലെ അവരുടെ ഡ്യൂട്ടിയിൽ പെർഫെക്ഷൻ കണ്ടെത്തി അല്ലെ, അത് പൂർണ്ണത കണ്ടെത്തി എന്ന് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഫീലിംഗ് ടു ഹാവ് ബീൻ വെൽ ടേക്ക് കെയർ ഓഫ് ബൈ യു ആൻഡ് യുവർ എംപ്ലോയീസ് കോളേജസ്. ഓക്കെ, നമ്മള് ആ റിസപ്ഷൻ കൗണ്ടറിലെ എല്ലാവരോടും ഓക്കെ നന്നായി അല്ലെ നമ്മള് ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായിട്ട് തന്നെ പോകുന്നു, പേഷ്യന്റ് വെട്ടിപ്പോകുക അല്ലെ, നമ്മുടെ പേര് വെട്ടിപ്പോകുക എന്നൊക്കെ എന്നുള്ള ആ ഒരു ഇൻഫോർമേഷൻ കൃത്യമായിട്ട് തന്നെ അവരുടെ മുഖത്തിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ സേവനം നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് പൂർത്തിയാക്കിയെന്ന് അറിയാനായിട്ട് സാധിക്കുമെന്നുള്ളത്. മെയിൻ ഗോൾ എന്ന് പറയുന്നത് വരുന്ന പേഷ്യൻസ് വിട്ടുപോകുന്ന സമയത്ത് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടായിരിക്കണം വിട്ടുപോകേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ ഹെഡിങ്ങുകളാണ് അല്ലെ, കണ്ടിന്യൂ ചെയ്ത് പോവാലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്? ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. അല്ലെ, നമ്മളിപ്പോ റിസപ്ഷനിസ്റ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം പറഞ്ഞു.
അവിടെ പ്രധാനമായിട്ടും ഒരു ചലഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അപ്സെറ്റ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഡീൽ ചെയ്യുക എന്നുള്ളത് അല്ലെ. നേരത്തെ പറഞ്ഞ ചൂടായ സംസാരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് പക്ഷെ ചിലപ്പോ അവരുടെ നേച്ചറിൽ ഉണ്ടാവുക അല്ലെ, സ്വഭാവ ക്യാരക്ടറിലുള്ള ഒരു പ്രത്യേകതയായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോ അവരുടെ ആ കണ്ടീഷൻ അല്ലെ, പേഷ്യന്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ വരുന്ന രോഗാവസ്ഥയിൽ വരുന്ന പെയിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ന്യൂറോ ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും മെന്റലി ഇഷ്യൂസ് ഉള്ള പ്രോബ്ലംസ് കൊണ്ടൊക്കെ വരുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള അപ്സെറ്റ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള പേഴ്സൺസിനെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് പറയുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം, ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. അവരെന്താണ് ഇങ്ങനെ ചൂടായി സംസാരിക്കണേ എന്നുള്ളത് ആദ്യം കേൾക്കുക, ദെൻ സൊല്യൂഷൻ എന്തെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റുമെങ്കിൽ നിർദ്ദേശിക്കാം. Then if you cannot solve the problem, അവർക്ക് ഈ റിസപ്ഷനിസ്റ്റിന് ആ പ്രോബ്ലം എന്താണെന്നുള്ളത് സോൾവ് ചെയ്യാൻ പറ്റാത്തതാണ് എങ്കിൽ ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം. നമുക്കറിയാം ഓരോ റിസപ്ഷനിസ്റ്റിനും മേലാധികാരികളല്ല അല്ലെ. അപ്പൊ മേലാധികാരികളെ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ സുപ്പീരിയറിനെ ഇൻഫോം ചെയ്യുക അല്ലെ, മേൽനോട്ടക്കാരനെയോ സുപ്പീരിയറിനെയോ ഒക്കെ ഇൻഫോം ചെയ്യുക ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഫർ ആൾട്ടർനേറ്റീവ്സ് ഇൻ കേസ് ചിലപ്പോ സുപ്പീരിയറോ സൂപ്പർവൈസറോ നിർദ്ദേശിക്കും ഈ ഒരു പരിഹാരം, ഇത്തരം പരിഹാര മാർഗം നിങ്ങൾ കണ്ടെത്താം അല്ലെ. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഈ രീതിയിൽ ഒന്ന് രണ്ടാമതായിട്ട് കയറാം അല്ലെ. ഇപ്പൊ ഒരു ഫിഫ്ത്ത് പേഴ്സൺ ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ചിലപ്പോ ആണെങ്കിൽ അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതൊക്കെയാണ് എങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ നമുക്ക് ഒരു ചാൻസ് കൊടുക്കാം അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഒരു ഓഫർ ആയിരിക്കും ചിലപ്പോ സുപ്പീരിയറിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശിക്കുക. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ഇവർക്ക് നിർദ്ദേശിക്കാം. തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റിന് സ്വമേധയാ തീരുമാനമെടുത്ത് അങ്ങനെയൊക്കെ കയറ്റി മാറ്റി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചെന്ന് വരില്ല അല്ലെ. ചിലപ്പോ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് രോഗിയെ കയറ്റി വരേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ സൂപ്പർവൈസറിനോടോ സുപ്പീരിയറിനോടോ ഷെയർ ചെയ്യാം. അവര് പറയുന്ന സൊല്യൂഷൻ അനുസരിച്ചിട്ട് അവരോട് ആൾട്ടർനേറ്റീവ്സ് ഒക്കെ അവർക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കാം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ന്യായമായ രീതിയിൽ തന്നെ അതിനെ ക്യാരി ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം എത്ര ചിലപ്പോഴൊക്കെ ഡീൽ ചെയ്യാനായിട്ട് എത്ര ന്യായമായ രീതിയിലും പറ്റാത്ത അവസ്ഥയിലൊക്കെ വരാനും സാധ്യതയുണ്ട്. എനിവേ ഈ ഒരു രീതി അവലംബിക്കുക എന്നുള്ളതാണ് ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സിന് വരുന്നത്. നമ്മള് കുറച്ച് ഹെഡിങ് പോയിന്റുകളാണെങ്കിൽ ഓരോ ഹെഡിങ്ങുകൾ കവർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. കുറച്ച് ഭാഗങ്ങളാണ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഒരു അടുത്ത ഭാഗത്തേക്കും കൂടി പോകാം. ഓക്കെ, റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. എന്താണ് നമ്മുടെ റിസോഴ്സ് ഡെസ്ക് അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സ് വിഭവശേഷി അല്ലെ, അത് എത്രത്തോളം അതിന്റെ തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ഏരിയകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയായിരുന്നു. അതായത് മെയിൻ ഗോളിൽ നിന്നൊക്കെ ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതായത് അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് സ്മൈൽ വിത്ത് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പേഷ്യന്റിന്റെ സ്മൈൽ വിത്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് മെയിൻ ഗോളായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ആ പോയിന്റ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. അതേമാതിരി തന്നെ അവരുടെ ചലഞ്ചസിൽ പെടുന്നവ എന്നുള്ളതിലൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ കാണാറുണ്ട്. മിക്കപ്പോഴും എല്ലാ ചലഞ്ചസും തന്നെ വരാറുമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ അല്ലേ ഓൾ ഓഫ് ദി അബോവ് എന്നൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. അതേമാതിരി തന്നെ പേഷ്യൻസിന്റെ ഏരിയ വരാൻ സാധ്യതയുള്ള മേഖലകൾ ചിലപ്പോ ഇത്തരത്തിലുള്ള ഏരിയകളൊക്കെ തമ്മിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഈ ഭാഗത്ത് നിന്നൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ ഇതേമാതിരി ഏറ്റവും കൂടുതൽ ലീവ് വരാൻ സാധ്യതയുള്ള പെർസെന്റേജിൽ ഏതാണെന്നുള്ളത് ചോദിച്ച് കാണാറുണ്ട്. നമുക്കറിയാം റോഡോർ ഡിസ്കോർട്ടിയസ് സർവീസ് മൂലമാണ് കൂടുതൽ പേഷ്യൻസ് വിട്ടു പോകാനുള്ളത് എന്നുള്ള കാര്യം. കേസ് ഇൻഫോർമേഷൻ ടു ഗസ്റ്റില് താരീഫിനെ റെപ്രസെന്റ് ചെയ്ത ചോദ്യങ്ങൾ കാണാറുണ്ട്. ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താരീഫ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതേമാതിരി തന്നെ ഇൻഫോർമേഷൻ ഗസ്റ്റിൽ പെടുന്നവ ഇൻ കേസ് അല്ലെ റിസപ്ഷനിസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ള മൈൻഡില് ചിലപ്പോ
നോട്ട് പെടാത്തതോ എന്നുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്താണ് രജിസ്റ്ററിംഗ് ഗസ്റ്റിന്റെ അണ്ടറിൽ വരുന്നതും ഇൻഫോർമേഷൻ ഗസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സ് ഒക്കെ അതിന്റെ അണ്ടറിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അല്ലേ? നോട്ട് ചെയ്തോ? ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. എന്താണ് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എന്ന് പറയുന്നത്? അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു അവിടുത്തെ വിഭവശേഷി അത് എത്രത്തോളം ഉണ്ട്, അവിടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എന്തൊക്കെ സേവനങ്ങളാണ്, ഏതൊക്കെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്കാനിങ് സെന്ററിലുണ്ടോ, ഇൻ കേസ് ടെസ്റ്റിംഗ് കാര്യങ്ങളുടെ ഒക്കെ കൃത്യമായിട്ടുള്ള സേവനങ്ങൾ അവിടെ ലഭ്യമാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടാവും അല്ലെ. മെയിൻ ആയിട്ട് നമുക്കറിയാം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ അവിടെ കൃത്യമായിട്ടുണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമാണ് അവിടുത്തെ ആ ഒരു റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ റിസോഴ്സിൽ ഡ്യൂട്ടിയുള്ള വിങ്ങിലുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് പേഷ്യൻസിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ പങ്ക് എന്താന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. അതായത് ഹെൽത്ത് റിസോഴ്സ് ഡെസ്കിലേക്ക് ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ബന്ധപ്പെടുന്ന ഏതോ ഒരു കസ്റ്റമറിനെയും നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്യുക. ഗ്രീറ്റ് ദ കോളർ വിത്ത് പോസിറ്റീവ് അപ്രോച്ച് ആറ്റിറ്റ്യൂഡ് അല്ലെ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മാനറിൽ തന്നെ അവരെ വെൽക്കം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ദെൻ സെക്കൻഡ് പോയിന്റ്, റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്വയറീസ്. അതായത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി എളുപ്പം തന്നെ അല്ലെ, പെട്ടെന്ന് തന്നെ ഉടനടി തന്നെ അവർക്ക് റെസ്പോണ്ട് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ സേവനമുണ്ടോ, അല്ലെങ്കിൽ ഏത് സമയത്ത് ഇന്ന ഡോക്ടറെ കാണാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ആ ചോദിക്കുന്ന മാത്രമേ തന്നെ ആൻസർ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക. ദെൻ തേർഡ് വൺ പറയുന്നത്, നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. അതായത് ഇൻ കേസ് നമുക്കറിയാം വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ കാർഡിയോളജി വിഭാഗം, ന്യൂറോളജി വിഭാഗം, നെഫ്രോളജി വിഭാഗം, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവില്ലേ? ഓക്കെ, ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവര് കൃത്യമായിട്ട് തന്നെ അത് മറുപടികൾ കൊടുക്കുക അല്ലെ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം അവിടെ ലഭ്യമാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് ഇതാണോ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇതിലേക്ക് ഇന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പൊ ഇന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ കാണാം അല്ലെ. ആ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത് എന്നുള്ളത് മസ്റ്റായിട്ടും ആ ഒരു ഹെൽത്ത് ഡെസ്കിലുള്ളവര് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. Then have a list of doctors and employees along with their numbers. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡോക്ടേഴ്സ് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്, മറ്റ് സ്റ്റാഫുകളുടെ സേവനങ്ങളൊക്കെ ലഭ്യമാണ് എന്നുള്ള കാര്യം, എത്രത്തോളം അംഗങ്ങളാണ് അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്നതിനുള്ള കൃത്യമായിട്ടുള്ള അറിവ് ഓരോ വ്യക്തികൾക്ക് അല്ലെ, അവിടുത്തെ ആ റിസപ്ഷനിസ്റ്റിന്, അത് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലുള്ള വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. Then should never be hungry while receiving a call. അതായത് ഒരു കോള് വരുമ്പോഴേ അല്ലെ, അവിടെ എന്താ പറയുക, ഹാങ്തി എന്ന് വെച്ചാൽ വലിയ എന്താ പറയാ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ എന്താ പറയുക അഹങ്കാരത്തോടു കൂടിയിട്ടുള്ള രീതിയിലൊന്നും മറുപടി കൊടുക്കരുത്. വളരെ ശാന്തമായ രീതിയിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ കേട്ട് അവർക്ക് എന്താണോ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആ രീതി തന്നെ കൃത്യമായിട്ട് തന്നെ അവരെ മനസ്സിലാക്കിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന മാറ്റർ എന്താണെന്നുള്ള കാര്യം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം, ലഭ്യമാക്കി കൊടുക്കേണ്ടതാണ്. Then should, അതുകൊണ്ടാണ് പറയുന്നത് should never be hungry while receiving a call. കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ തന്നെ വളരെ ശാന്തമായ രീതിയിൽ അവരെ കേൾക്കാനും കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനുമായിട്ടുള്ള സന്നദ്ധത ഉണ്ടായിരിക്കണം. ഒരിക്കലും ഹാങ്തി ആയിട്ടുള്ള രീതിയിൽ അവരുടെ പെരുമാറരുത്. Then optimize the patient's satisfaction, provide time and treatment room utilization by scheduling appointments in person or by a telephone. അതായത് നമുക്ക് നല്ല വശം അല്ലെ, അവരെ തൃപ്തികരമാവുന്ന രീതിയിലുള്ള വശം, അവർക്ക് ചിലപ്പോൾ ചില സമയക്രമങ്ങളൊക്കെ പേഷ്യന്റ് ആവശ്യപ്പെടാം അല്ലെ.
അപ്പൊ അവർക്ക് എന്താണ് നല്ല വിഷയമായിട്ടുള്ള സമയക്രമം. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സമയത്ത് കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ ബിസി ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ദിവസമാണ് നിങ്ങൾക്ക് അവധിയെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ഡോക്ടർ നോക്കിയിട്ടുണ്ടാവും, ആ സമയത്ത് കാണാം അല്ലെ. അവര് ആ ഒരു കസ്റ്റമറിന്റെ ആവശ്യകതയും കൂടി മനസ്സിലാക്കിയിട്ട് അവർക്ക് വ്യക്തമായ നല്ല വിഷം ഏതാണെന്ന് മനസ്സിലാക്കി അവർക്ക് ടൈം പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ ബൈ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ എ പേഴ്സൺ ഓർ ബൈ എ ടെലിഫോൺ. ഇൻ കേസ് ടെലിഫോണിലൂടെ ആണെങ്കിലും അവരുടെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായിട്ടുള്ള സമയവും റൂമും എല്ലാം തന്നെ അവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്? ഓക്കെ, നമുക്കറിയാം മെയിൻ റിസപ്ഷനിസ്റ്റിന്റെ സേവനം അല്ലാതെ തന്നെ അല്ലെ, രജിസ്ട്രേഷൻ കാര്യങ്ങൾ നടത്താതെ തന്നെ ചില വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെ ചില സെപ്പറേറ്റ് വിങ്ങുകളൊക്കെ തീർച്ചയായിട്ടും അവർക്ക്. അതായത് ഒപ്റ്റിമം പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ, അതായത് അവരുടെ പേഷ്യന്റിന്റെ നല്ല വശങ്ങൾ, അതായത് നല്ല അവർക്ക് എന്താണ് അനുകൂലമായിട്ടുള്ള സൈഡ് അത് മനസ്സിലാക്കിയിട്ട് പ്രൊവൈഡഡ് ടൈം ആൻഡ് അത് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്? പ്രൊവൈഡഡ് ടൈം ആൻഡ് ട്രീറ്റ്മെന്റ് യൂട്ടിലൈസേഷൻ ബൈ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ പേഴ്സൺ ഓർ ബൈ ടെലിഫോൺ. അതായത് ഒരു വ്യക്തി ചിലപ്പോൾ നേരിട്ട് വന്നായിരിക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്, അതല്ലെങ്കിൽ ടെലിഫോൺ വഴിയായിരിക്കും ചോദിച്ചറിയുന്നത്. എന്ത് വഴിയാണെങ്കിലും അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ മാക്സിമം ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ. ചിലപ്പോൾ അവർക്ക് എന്താണ് വീക്കിലി ഇന്ന ദിവസങ്ങളായിരിക്കും അവർക്ക് ഡോക്ടറെ കാണാൻ പറ്റുന്ന അവസരം, ഇന്ന ടൈമിലായിരിക്കും അവർക്ക് ഡോക്ടറെ കാണാനായിട്ട് പറ്റുന്ന അവസരം. അപ്പൊ അത് എന്താന്നുള്ളത് വ്യക്തമായിട്ട് കേട്ട് അവർക്ക് ഓരോ കസ്റ്റമറിനും അനുയോജ്യമായിട്ടുള്ള സമയവും അല്ലെ ആ ഒരു കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ ക്രമങ്ങളെല്ലാം തന്നെ അവര് ചോദിക്കുന്ന മാത്രമേ തന്നെ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കുക. മാക്സിമം അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ഒപ്റ്റിമൈസ്ഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നല്ല വശം എന്നുള്ളത്, നല്ല വശം കണ്ടെത്തി അവർക്ക് കൊടുക്കുക. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ എടുത്തതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും ഭാഗത്ത് മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഹെൽത്ത് റിസോഴ്സ് ഡെസ്കിന്റെ റോള് എന്താന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നമുക്കറിയാം ഇതില് പല റിസോഴ്സ് ഡെസ്കുകൾ വരുന്നുണ്ട്. ചെക്ക് ഡെസ്ക് റിസോഴ്സ്, ചെക്ക് ഡെസ്കിന്റെ റോള് വരുന്നുണ്ട്, ഡെസ്പാച്ച് ഡെസ്കിന്റെ അല്ലെ അവരുടെ പങ്ക് എന്താന്നുള്ളത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് മനസ്സിലാക്കി വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അഹങ്കാരത്തോടും അഹംഭാവത്തോടും കൂടി എന്നുള്ള ഒരു മീനിങ്ങില്, അതായത് നമുക്കെല്ലാം അറിയാം, ആ ഒരു മീനിങ്ങില് നമ്മൾ റെസ്പോണ്ട് ചെയ്യാന്നില്ലാതിരിക്കുക. ഷുഡ് നെവർ ബി ഹാൻഡി വൈൽ റിസീവിങ് എ കോൾ. ഓക്കെ, നമ്മളിപ്പോ പേഷ്യന്റ് ഇപ്പൊ എന്തെങ്കിലും വിളിച്ചു ചോദിക്കുമ്പോഴല്ലേ, നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്, എന്താ കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് എന്താണ്? അവര് ഒരു പരുഷമായിട്ടുള്ള രീതിയിലാണ് അല്ലെ, അഹങ്കാരത്തോടു കൂടി ചോദിക്കുന്ന ഒരു മനോഭാവമാണ്. അതിന് പകരം എന്താണ്, ഓക്കെ വെൽക്കം ചെയ്ത് അല്ലെ ഇന്ന ഹോസ്പിറ്റലാണ്, എന്താണ് ആവശ്യം അല്ലെ, നല്ലൊരു രീതിയിൽ തന്നെ അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഷുഡ് നെവർ ബി ഹാൻഡി വൈൽ റിസീവിങ് എ കോൾ. കോള് സ്വീകരിക്കുമ്പോഴും ഒരിക്കലും അങ്ങനെ അഹങ്കാരത്തോടു കൂടി അല്ലെങ്കിൽ അഹംഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു രീതി അവലംബിക്കരുത്. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഫോർത്ത് പോയിന്റ് നോക്കാം. ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. അതായത് ഇവിടെ പറയുന്നത് ഡോക്ടേഴ്സിനെ കുറിച്ചിട്ട്, അതായത് നമുക്കറിയാം ന്യൂറോളജി, നെഫ്രോളജി, കാർഡിയോളജി അങ്ങനെയൊക്കെ വ്യത്യസ്ത വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ടാവില്ലേ?
അപ്പൊ അത് ലിസ്റ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെ, അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദിയർ നമ്പേഴ്സ്, അതോടൊപ്പം തന്നെ എത്രത്തോളം എംപ്ലോയീസ് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര വീതം ഡോക്ടേഴ്സുകൾ ഉണ്ട് അല്ലെ, ഇന്ന ദിവസങ്ങളിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറിച്ചുള്ള നല്ല അറിവ് ആർക്കുണ്ടായിരിക്കണം, ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലുള്ളവർക്ക് ഉണ്ടായിരിക്കണം. ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദിയർ നമ്പേഴ്സ്, അവരുടെ കൂടെ ആ ഡോക്ടേഴ്സിന്റെ കൂടെയൊക്കെ, അല്ലെങ്കിൽ ഇൻ കേസ് നമുക്കറിയാം ചിലപ്പോ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് ചില ഡോക്ടേഴ്സിനോടൊപ്പം തന്നെയൊക്കെ ആയിരിക്കും ചില സർവീസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുടെയും കൂടി സേവനങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോ വെളിപ്പെടുത്തേണ്ടതുണ്ടാവും. ഓക്കെ, അതൊക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു കാർഡിയാക് അല്ലെ, കാർഡിയോളജിസ്റ്റിനെ കാണുമ്പോൾ ചില PCG എടുക്കുന്ന വിങ്ങും കൂടെ അതോടൊപ്പം ഉണ്ടെങ്കിൽ ഇന്ന സേവനങ്ങൾ കൂടി നിങ്ങൾക്ക് ലഭ്യമാകാം. അതിനോടൊപ്പം തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ട് തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സൗകര്യം കൂടി അതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യണം. ക്ലിയർ ആയോ? ആണോ? ഓക്കെ, വേറെ എന്തെങ്കിലും? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും വായിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Miss. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.